വളരെ നന്നായി നമുക്കിത് അവതരിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇതിന് അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ആളുകളും ഇതിനോടൊപ്പം സഹകരിക്കണം. ഇത് വളരെ നന്നാകണം എന്ന് ഞാൻ ആശംസിക്കുന്നു, ആശീർവദിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കുട്ടികളുടെ വീട് എന്ന ഈ ടെലിഫിലിം ഒരു വൻ വിജയമായി തീരാനും ഇതിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളായ ലത്തീഫിനും സിംഗിളിനും നല്ലൊരു ഫ്യൂച്ചറും അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും എല്ലാവർക്കും ഇതിലെ എല്ലാ ടെക്നീഷ്യനും ആർട്ടിസ്റ്റുകൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഇതിൻ്റെ ആശംസറിക്കുന്നതിന് സക്കറി സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട എല്ലാവരും ബഹുമാനപ്പെട്ടവർ തന്നെയാണ്. പ്രത്യേകിച്ച് ആരെയും ഞാൻ പേരെടുത്ത് പറയാത്തത്, എനിക്ക് അവരോടുള്ള ബഹുമാനം കൂടുതലുണ്ട്. ഈ ഒരു പടത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ച ലത്തീഫിനും സിംഗിളിൽ നിന്നുമുള്ള ഈസ്റ്റർ ദിനത്തിൽ കൈരളി ചാനലിൽ സംപ്രേഷണം ചെയ്യാനുള്ള അനുമതി ലഭിച്ച കുട്ടികളുടെ വീട് എന്ന ടെലിഫിലിമാണ് കുറവലങ്ങാട് മർത്തമറിയം ഫോറാനപ്പള്ളിയും സമീപ സ്ഥലങ്ങളും പ്രധാന ലൊക്കേഷനുകളായി തിരഞ്ഞെടുത്ത് ചിത്രീകരണത്തിന് ആരംഭം കുറിക്കുന്നത്. കുട്ടികളുടെ വീട് ടെലിഫിലിമിന്റെ പൂജാകർമ്മം കുറവലങ്ങാട് നാഷണൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. 22-ന് സ്വിച്ച് ഓൺ കർമ്മവും ചിത്രീകരണവും ആരംഭിക്കുമെന്ന് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് രാജീവ് കുമാർ വ്യക്തമാക്കി. കുറവലങ്ങാടും സമീപ പ്രദേശങ്ങളിലും ടെലിഫിലിം ചിത്രീകരണം വരുന്നതറിഞ്ഞ് ഒട്ടേറെ പേർ പൂജാവേളയിലും എത്തിച്ചേർന്നിരുന്നു. ഒട്ടേറെ പ്രമുഖരടക്കം പൂജാവേളയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുത്തു. KPS ലളിത, ബാബു നമ്പൂതിരി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളിൽ അഭിനയിക്കുന്നത്. ചലച്ചിത്ര രംഗത്തും സീരിയൽ രംഗത്തുമുള്ള ഒട്ടേറെ പ്രമുഖരും കുട്ടികളുടെ വീട് എന്ന ടെലിഫിലിമിൽ വേഷമിടുന്നുണ്ട്.